മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഹൌസ് സർജൻമാരെ നോൺ അക്കാദമിക് ജൂനിയർ റെസിഡന്റുമാരായി നിയമിക്കാനുള്ള സർക്കാർ തീരുമാനം ഉടൻ നടപ്പാക്കാനാകില്ല. രജിസ്ട്രേഷൻ ലഭിക്കാത്തതാണ് പ്രതിസന്ധി. 2019 MBBS ബാച്ചിന്റെ സേവന കാലാവധിയാണ് ഇപ്പോൾ പൂർത്തിയായത്. 2020 ബാച്ച് വിദ്യാർത്ഥികൾ 4ാം വർഷ പഠനം പൂർത്തിയാക്കി ഹൌസ് സർജൻമാരായി സേവനം ആരംഭിക്കേണ്ട സമയമാണിപ്പോൾ. എന്നാൽ ഇവരുടെ തിയറി പരീക്ഷ മാത്രമാണ് പൂർത്തിയായത്. നിലവിലെ ഹൌസ് സർജൻമാരുടെ സേവന കാലാവധി പൂർത്തിയാക്കുകയും പുതിയ ബാച്ച് എത്താതിരിക്കുകയും ചെയ്തതോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയെ ബാധിക്കുന്ന സ്ഥിതിയുണ്ടായി. അത്യാഹിത വിഭാഗം, ലേബർ റൂം, ICU, കമ്മ്യൂണിറ്റി മെഡിസിൻ, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നീ വിഭാഗങ്ങളിലാണ് ഇവരുടെ സേവനം ലഭിച്ചിരുന്നത്. മെഡിക്കൽ കോളേജിൽ 88 ഹൌസ് സർജൻമാരാണ് കാലാവധി പൂർത്തിയാക്കിയത്. ഹൌസ് സർജൻമാർക്ക് 1 വർഷം സേവനത്തിന് ശേഷം ജോലി ചെയ്യാൻ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിക്കണം. ഇതിന് ആദ്യം ആരോഗ്യ സർവകലാശാലയുടെ 2ാം പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നേടണം. 365 ദിവസം സേവനം ചെയ്തതിന്റെ രേഖകളും പ്രൊവിഷണൽ രജിസ്ട്രേഷനും ഉൾപ്പെടുത്തിയാണ് മെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷന് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇത് വേഗത്തിൽ ചെയ്യാനാകുമെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നത്. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള 3 മാസത്തേക്കാണ് നോൺ അക്കാദമിക് ജൂനിയർ റെസിഡന്റുമാരുടെ നിയമന കാലാവധി. മെഡിക്കൽ കൌൺസിലിന്റെ രജിസ്ട്രേഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ഇവർ ചുമതല ഏൽക്കുന്നത് വൈകിയാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയെ ബാധിക്കും. ആരോഗ്യ സർവകലാശാല പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച് നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ 2020 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ബാച്ച് ഹൌസ് സർജൻമാരായി സേവനം ചെയ്യാൻ എത്തുകയുള്ളൂ. ഈ ചാനൽ മഞ്ചേരി.